بسم الله الرحمن الرحيم. السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله الفائزين برضا الله أما بعد. മുഅ്മിനീങ്ങളെ, സർവശക്തനായ അള്ളാഹു നമ്മെ കബൂലാക്കട്ടെ. നമ്മുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു തരട്ടെ. രോഗങ്ങൾ അള്ളാഹു ശിഫയാക്കട്ടെ. നമ്മിൽ നിന്നും മരിച്ച ആളുകളുടെ ഖബർ അള്ളാഹു സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ. തെറ്റുകുറ്റങ്ങൾ അവർക്കും നമുക്കും നമ്മുടെ കുടുംബത്തിനും അള്ളാഹു നിരുപാധികം മാപ്പാക്കി തരട്ടെ. സൃഷ്ട ആയുസ് അള്ളാഹു പൊരുത്തപ്പെട്ട വഴിയിൽ ഇസ്സത്തോടെ സന്തോഷത്തോടെ ദീർഘായുസ്സോടെ കഴിഞ്ഞ് ഈമാൻ സലാമത്തായി മരിക്കാനുള്ള ഭാഗ്യം അള്ളാഹു നമുക്കെല്ലാവർക്കും നൽകട്ടെ. റബീഉൽ ആഖിർ മാസത്തിൽ മഹാനായ ഷെയ്ഖ് സയ്യിദ് മുഹ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ അൽ ജിലാനി ഖദ്ദസല്ലാഹു സിർറുൽ അസീസ് തങ്ങൾ അവരുടെ അനുഗ്രഹീതമായ ഓർമ്മ ദിനം, അതിൻ്റെ 11ാമത്തെ ദിവസം. അതിനോട് സമീപിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ ഔലിയാക്കളെ കുറിച്ചുള്ള ഹ്രസ്വമായ പഠനവും അതിൽ നിന്നും നാം ഉൾക്കൊള്ളേണ്ട ആവേശവും പ്രേരണയും പ്രചോദനവും അള്ളാഹു നമുക്കെല്ലാവർക്കും നസീബാക്കട്ടെ എന്ന് ആമുഖമായി വീണ്ടും ദുആ ചെയ്യുകയാണ്. നമ്മളൊരു ക്ലാസ്സിൽ, ഇക്കഴിഞ്ഞ ക്ലാസ്സിൽ അള്ളാഹുവിൻ്റെ ഔലിയാക്കളെ കുറിച്ച് പ്രതിപാദിച്ചിട്ടുണ്ടായിരുന്നു. മഹാന്മാരായ അള്ളാഹുവിൻ്റെ ഔലിയാക്കളെ കുറിച്ചുള്ള ഖുർആനിൻ്റെ പരാമർശവും അവരുടെ പ്രത്യേകതകളെ ഖുർആൻ എടുത്തു പറഞ്ഞതും ഒക്കെ നമ്മൾ ചർച്ച ചെയ്തതാണ്. അനുബന്ധമായ ഒരു അല്പവും കൂടി വിശദീകരിക്കാൻ ബാക്കിയുണ്ട്. ഇൻഷാ അല്ലാഹ് അതിലേക്കാണ് ഇന്നത്തെ നമ്മുടെ ചർച്ച കടന്നു വരുന്നത്. സർവശക്തനായ അള്ളാഹു എല്ലാ അർഹതയിലും നമ്മെ കബൂലാക്കട്ടെ. ആമുഖങ്ങൾ ഒഴിവാക്കുകയാണ്. പരിശുദ്ധ ഖുർആനിന്റെ അടിസ്ഥാനത്തിൽ അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ ഈ ഭൂമിയിൽ എക്കാലത്തും ഉണ്ടാകുമെന്നും അവർക്ക് മറ്റിതര സൃഷ്ടികളെക്കാൾ റബ്ബിൻ്റെ അടുക്കൽ വലിയ പരിഗണന ഉണ്ട് എന്നും നമ്മൾ എല്ലാവരും കഴിഞ്ഞ ക്ലാസ്സിൽ സംസാരിച്ചതാണ്, അറിഞ്ഞതാണ്. ഭാവിയിലെ കാര്യങ്ങളെക്കുറിച്ച്, ദുനിയവിയായ കാര്യങ്ങളെക്കുറിച്ച് യാതൊരുവിധ ഭയവും അവർക്ക് ഇല്ല. കഴിഞ്ഞുപോയ കാലങ്ങളിൽ വന്നിരിക്കുന്ന നഷ്ടങ്ങളിൽ ദുഃഖവും അവർക്കില്ല. അങ്ങനത്തെ ഒരു പ്രത്യേക വിഭാഗമാണ് അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ. അലാ ഇന്ന ഔലിയാ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ അല്ലദീന ആമനൂ വകാനൂ യത്തഖൂൻ. പരിപൂർണമായും തഖ്വയിൽ ജീവിച്ച് പരിപൂർണമായ ഈമാൻ കൈവരിച്ചവരാണ് അവരെന്ന് പരിശുദ്ധ ഖുർആൻ. അള്ളാഹു നമുക്കും തൗഫീഖ് നൽകട്ടെ. ഖുദ്സിയായ ഹദീസ് ഒന്നുകൂടി പറയാം. പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്, അള്ളാഹു റബ്ബുൽ ഇസ്സത്തിന്റെ ഒരു പ്രഖ്യാപനം. അള്ളാഹുവിന്റെ വലിയ അള്ളാഹുവിലേക്ക് അടുക്കുമ്പോൾ അള്ളാഹു അവനെ ഇഷ്ടപ്പെടുകയാണ്. എങ്ങനെയാണ് റബ്ബിലേക്ക് അടുത്തത്? മിമ്മഫ്തറദതു അലൈഹി, ഫർളായ കാര്യങ്ങൾ കൃത്യമായി ചെയ്തിട്ടാണ് അള്ളാഹുവിലേക്ക് അടുക്കുകയും ആ അടുപ്പത്തിൽ റബ്ബിന്റെ ഇഷ്ടം കരസ്ഥമാക്കുകയും ചെയ്തിട്ടുള്ളത്. അതിന്റെ കൂടെ തന്നെ വമാ യസാലു അബ്ദി യതഖറബു ഇലയ്യ ബിൻ നവാഫിലി, സുന്നത്തായ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ വീണ്ടും റബ്ബിന്റെ ഇഷ്ടം കൂടുതലായി സംഭവിക്കുകയാണ്. അങ്ങനെ ഫർദിന്റെ കൂടെ തന്നെ ഫർദ് പരിപൂർണമായും ചെയ്തു, സുന്നത്തുകളെ അതിന് പുറമെ കൂടുതലായി ചെയ്യുകയും ചെയ്തപ്പോൾ സ്വാഭാവികമായും അള്ളാഹുലേക്ക് കൂടുതലെടുത്തു. ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം, ഹറാമുകളെ ത്യജിച്ച് ഫർളും സുന്നത്തും നമ്മെ കൊണ്ട് കഴിയുന്ന രീതിയിൽ നാം അനുഷ്ഠിച്ചാൽ അള്ളാഹു റബ്ബുൽ ഇസ്സത്തിലേക്ക് നമുക്ക് വല്ലാതെ അടുക്കാൻ പറ്റും. ഏതായാലും വലിയ അങ്ങനെയാണ് അടുക്കുന്നത്, അടുപ്പം സ്ഥാപിക്കുന്നത്. ചാണോളം അടുത്താൽ അള്ളാഹു മുഴത്തോളം ഇങ്ങോട്ട് അടുക്കും. മുഴത്തോളം അടുത്താൽ ഒരു മാറ് അകലം അള്ളാഹു ഇങ്ങോട്ട് അടുക്കും. അള്ളാഹുലേക്കുള്ള അടുപ്പം നടന്നാണ് സ്ഥാപിക്കുന്നതെങ്കിൽ അള്ളാഹു ഓടി എന്ന രീതിയിൽ ഇങ്ങോട്ട് അടുപ്പം സ്ഥാപിക്കും. ഇതാണ് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. ഇമാം ബുഖാരി മുസ്ലിം ഒക്കെ ഈ ഹദീസ് ഉദ്ധരിച്ചതാണ്. മുമ്പ് പറഞ്ഞതുകൊണ്ട് കൂടുതൽ വിശദീകരിക്കുന്നില്ല. അള്ളാഹുവിലേക്ക് സുന്നത്തായ കർമ്മങ്ങൾ കൊണ്ട് അവന്റെ അടിമ കൂടുതൽ അടുപ്പം സ്ഥാപിച്ചു കഴിയുമ്പോൾ ഹത്താ ഉഹിബ്ബഹു, അള്ളാഹു തിരിച്ച് ഇങ്ങോട്ട് സ്നേഹിക്കാണ്. എങ്ങനെയാ സ്നേഹിക്ക? അള്ളാഹുവിന്റെ പ്രഖ്യാപനം കുന്തു സമഅഹു അല്ലദീ യസ്മഉ ബിഹി, വലിയ കേൾക്കുന്ന കേൾവി അല്ലാഹയായി തീരും. അള്ളാഹു പറയുന്നു, ഞാൻ അവന്റെ കേൾവിയായിത്തീരും. അതായത് അസാധാരണമായ കേൾവി, അവന്റെ സാധാരണതയുടെ അപ്പുറത്തേക്ക് അവൻ കടക്കാണ്. അസാധാരണമായ കേൾവി ഉണ്ടാവുകയാണ്. ഭൗതികമായ അവസ്ഥയിൽ പോലും അഭൗതികമായ അല്ലെങ്കിൽ അത്ഭുതകരമായ പലതും അവനിലേക്ക് വരികയാണ്. മഹാന്മാരായ അയിമ്മത്ത് അതിന് പ്രയോഗിക്കുന്നൊരു പ്രയോഗം,
വഹ്ബുർ റഹ്മാനി, അള്ളാഹുവിൽ നിന്നുള്ള ഒരു പ്രത്യേകമായ ഓസാരം അത് സംഭവിക്കാണ്. എന്തിന്റെ കൂടെ? അൽ കസ്ബുൽ ഇൻസാനി, സാധാരണ മനുഷ്യന് സാധ്യമാകുന്ന കഴിവുകളുടെ കൂടെ തന്നെ അസാധാരണമായി അള്ളാഹുവിൽ നിന്നും ഓസാരമായി എത്തുന്ന പല അത്ഭുതങ്ങളും സംഭവിക്കുന്നു എന്നാണ്. അങ്ങനെ ഈ വലിയന്റെ, അള്ളാഹുവിന്റെ ഇഷ്ടദാസന്റെ കേൾവി അള്ളയായി തീരും. റസൂലുള്ളാഹി പറയുന്നു, അള്ളാഹുവിന്റെ പ്രഖ്യാപനം സല്ലല്ലാഹു അലൈഹി വസല്ലം, വബസ്റഹുല്ലദീ യുബ്സിറു ബിഹി, കാണുന്ന കാഴ്ച അള്ളയായി തീരും. അതുപോലെ തന്നെ വേദഹുല്ലത്തി യബ്തിഷു ബിഹാ, അവൻ പിടിക്കുന്ന കൈ ഞാനായിത്തീരും. അതുപോലെ തന്നെ അവൻ നടക്കുന്ന കാല് ഞാനായിത്തീരും. വ ഇൻ സഅലനി ലഉഅതിയന്നഹു, എൻ്റെ വലിയ എന്ത് ചോദിച്ചാലും ഞാൻ അവന് നൽകും. അവൻ എന്നോട് എന്ത് കാര്യത്തിലും കാവൽ തേടിയാൽ ഞാൻ കാവൽ നൽകും. ഇതാണ് വലിയന്റെ അവസ്ഥ. സ്വഹീഹുൽ ബുഖാരി ഈ ഹദീസ് രേഖപ്പെടുത്തുന്നുണ്ട്. ഇതൊരു മനുഷ്യന്റെ ഈ ഭൂമിയിൽ വെച്ച് റബ്ബിനോട് അടുപ്പം സ്ഥാപിക്കാൻ കഴിയുന്നതിന്റെ പരമാവധിയാണിത്. നുബുവത്തിന് ശേഷം ഇത്തരത്തിലുള്ള അടുപ്പങ്ങൾ സ്ഥാപിക്കുന്ന ധാരാളം ആളുകൾ എക്കാലത്തും ഉണ്ട്. ഏതായാലും ഇമാം റാസി ഉദ്ധരിക്കുന്നുണ്ട് പരിശുദ്ധ ഖുർആന്റെ വ്യാഖ്യാനത്തിൽ, ഈ ഇത്തരം അടുപ്പം സ്ഥാപിക്കപ്പെടുന്നിടത്ത് അതെങ്ങനെ സാധ്യമാകാം എന്നത് ഒന്നുകൂടി പറയാം. ഹറാമുകളെ പൂർണ്ണമായും ത്യജിച്ച് ഫർളുകൾ ഒരു വീഴ്ച പോലുമില്ലാതെ കൃത്യമായി അതിന്റെ അർഹതയിൽ തന്നെ അനുഷ്ഠിച്ച് സുന്നത്തായ കർമ്മങ്ങളെ യഥേഷ്ടം ഫർളിനോട് ചേർത്ത് അങ്ങനെ ഒരു മുഹയ്യസുന്നയായി സുന്നത്തുകളെ ജീവിപ്പിക്കുന്ന ഒരു മനുഷ്യനായി ജീവിച്ചാൽ നമ്മളിലും ഈ മാറ്റങ്ങൾ വരും. അസാധാരണമായത് പലതും നമ്മുടെ അവയവങ്ങൾ ഓരോന്ന് എടുത്തു പറഞ്ഞിട്ടുണ്ട്. ആ അവയവങ്ങളിൽ സാധ്യമാവും. നാവ് കൊണ്ട് പറയുന്നത് അള്ളാഹു നടത്തിത്തരും, ചോദിക്കുന്നത് അള്ളാഹു നിറവേറ്റിത്തരും, എല്ലാം അള്ളാഹു ബർക്കത്തിലാക്കി തരും. ആ രീതിയിൽ ഒരു സമൂലമായ മാറ്റം ഒരു മനുഷ്യ ശരീരത്തിൽ അള്ളാഹു നൽകാണ്, അവന്റെ ഇഷ്ടദാസന്റെ ശരീരത്തിൽ. ഇമാം റാസി അതിന് മനോഹരമായ ഒരു ഭാഷ പ്രയോഗിക്കുന്നുണ്ട്. ഇദാകാനൽ ഖൽബു മുസ്തഗ്രിഖൻ ഫി നൂരി മഅരിഫത്തില്ലാ, ഈ ഒരു അവസ്ഥ അള്ളാന്റെ മഅരിഫത്തിന്റെ അവസ്ഥയാണ്. അതിലിങ്ങനെ ഹൃദയം കുളിച്ചു കിടക്കുന്ന ഒരു സമയമാണിത്. ആ മഅരിഫത്തിന്റെ വെളിച്ചത്തിൽ കുളിച്ചു നിൽക്കുന്ന റബ്ബിന്റെ വലിയ എന്ന് പറയുന്ന ആ മനുഷ്യൻ ഫഇൻ റഅ ദലാഇല ഖുദ്റത്തില്ലാ, അവന്റെ കണ്ണുകൾക്ക് അസാധാരണമായ കാഴ്ച വരാണ്. അവന് എന്ത് കണ്ടാലും ആ കാണപ്പെടുന്ന കാര്യത്തെ അള്ളാഹുവിന്റെ ഖുദ്റത്തിനോട് ബന്ധിപ്പിക്കാൻ അവന്റെ മനസ്സിന് ഒരു പ്രത്യേകമായ ചിന്താശക്തി വരികയാണ്. എന്ത് കണ്ടാലും, ഒരു കോഴിക്കുഞ്ഞിനെ കണ്ടാൽ അതിന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് ആലോചിച്ച് സൃഷ്ടാവിലേക്ക് എത്താണ്, അല്ലെങ്കിൽ ഒരു വലിയ ബിൽഡിങ്ങിനെ കണ്ടാൽ, അല്ലെങ്കിൽ വലിയൊരു നദി കണ്ടാൽ, പർവ്വതം കണ്ടാൽ, ഇതിലൊക്കെ അള്ളാന്റെ ഖുദ്റത്തുണ്ട് എന്നൊരു തോന്നൽ അവന്റെ ഉള്ളിലേക്ക് വേഗം വരും. അവൻ കാണുന്ന ആ കാഴ്ച അള്ളാന്റെ ഖുദ്റത്തായി ബോധ്യപ്പെടും. അവൻ എന്ത് കേട്ടാലും അതിലും അള്ളാന്റെ ഖുദ്റത്താ ബോധ്യപ്പെടാം. അവൻ എന്ത് സംസാരിച്ചാലും ആ സംസാരത്തിൽ അള്ളാഹുവിനെ സ്തുതിക്കുന്ന ഒരു സ്ലാങ് അതിൽ വന്നിരിക്കും. റബ്ബിന് സ്തുതി പറയുന്ന ശൈലിയായിരിക്കും അവന്റെ ഏത് വർത്താനം അങ്ങനെ വരുള്ളൂ. മാത്രവുമല്ല ഇമാം റാസി പറയുന്നു, അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ഈ മനുഷ്യന്റെ ഇടയിലുള്ള മറ അങ്ങ് മാറ്റിക്കളയും. അപ്പൊ പല അത്ഭുതങ്ങളും കാണും, പല അത്ഭുതകരമായ കാര്യങ്ങൾ പറയും. ഈ രീതിയിൽ റബ്ബ് ഒരു പ്രത്യേക പരിഗണന നൽകുക. ഞാൻ പറയുന്നു, ഈ അവസ്ഥകൾ പരിശുദ്ധ ഖുർആനും ഹദീസും സ്ഥിരീകരിച്ച കാര്യമാണ്. ഖുർആന്റെ വ്യാഖ്യാന ഗ്രന്ഥത്തിലെ ഉദ്ധരണിയാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഹദീസ് കൊണ്ട് ഇത്തരം കാര്യങ്ങൾ സ്ഥിരപ്പെട്ടതാണ്. ഖുർആൻ അതിലേക്ക് സൂചിപ്പിച്ചിട്ടുണ്ട്. ഇങ്ങനെ അത്ഭുതങ്ങൾ അവയവങ്ങളിലൂടെ ഉണ്ടായിട്ടുള്ള, അല്ലെങ്കിൽ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് കണ്ണും കാതും കയ്യും ഒക്കെ ആയി മാറുമെന്ന് പറഞ്ഞിട്ടുള്ള ഈ അവസ്ഥയെ ആണ് കറാമത്ത് എന്ന് പറയുന്നത്. കറാമത്ത് എന്ന് പറഞ്ഞാൽ വാക്കിനർത്ഥം തന്നെ ബഹുമാനിക്കൽ എന്നാണ്. ബഹുമാനം കിട്ടുക എന്നതാണ്. അള്ളാഹുവിന്റെ ബഹുമാനം കിട്ടിയവരിൽ അള്ളാഹു ബഹുമാന പുരസ്സരം നൽകിയിട്ടുള്ള ഈ അസാധ്യമായ അത്ഭുതകരമായ അവസ്ഥകൾ, ഇതിന് പൊതുവെ പറയും കറാമത്ത്, അത്ഭുതം എന്ന് പറയും. ഒരു വലിയന്റെ ഭാഗത്ത് നിന്നുണ്ടാകുമ്പോൾ അതിന് കറാമത്ത് എന്നാ പറയാം. അത്തരം കറാമത്തുകൾ നമുക്കെല്ലാവർക്കും സുപരിചിതമാണ്. കറാമത്തുകളും മുഅ്ജിസത്തുകളും ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ഖുർആനിലും ഹദീസിലും അത്തരം അത്ഭുതങ്ങൾ ധാരാളം ഉണ്ടായിട്ടുണ്ട്. ഇത്തരം അത്ഭുതങ്ങളുടെ ചരിത്രം പഠിക്കുന്നിടത്ത് ശൈഖ് മുഹ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് തങ്ങളെ പോലെയുള്ള മഹത്തുക്കൾ ധാരാളം അത്ഭുതങ്ങൾ കാണിച്ച ചരിത്രം നമ്മൾ കേട്ടിട്ടും പഠിച്ചിട്ടും ഒക്കെ ഉണ്ട്. അതിനൊക്കെ കൃത്യമായ പ്രാമാണിക പിൻബലവുമുണ്ട്. ഏതായാലും ഖുർആൻ പറഞ്ഞിട്ടുണ്ട് പല കറാമത്തുകളും മുഅ്ജിസത്തുകളും. ഖുർആൻ പറഞ്ഞിട്ടുള്ള ഒരു കറാമത്താണ് മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സദസ്സിലിരിക്കുന്ന ആ രാജസദസ്സിലെ പ്രധാന അംഗങ്ങളോടും പ്രമുഖരോടും അതിൽപ്പെട്ട പ്രധാനികളായ ജിന്നുകളോടും ഒക്കെ കൂടിയിട്ട് പറയുന്നുണ്ട്, ഒരു യുദ്ധത്തിന്റെ മുഖം പോലെ, ഒരു യുദ്ധ അന്തരീക്ഷം പോലെ നിൽക്കുന്ന, എന്നാൽ യുദ്ധമല്ലാത്ത ഒരവസ്ഥയും അടിസ്ഥാനപരമായി യുദ്ധത്തിന്റെ ഒരു പ്രതീതി ഉളവാക്കുന്ന ബൽക്കീസ് രാജ്ഞിയുമായുള്ള ആ സംഭവത്തിൽ
ബൽക്കീസിന്റെ പട്ടാളവും ബൽക്കീസും അവിടുന്ന് വലിയ അകമ്പടിയോടുകൂടെ സുലൈമാൻ നബിയുടെ കൊട്ടാരത്തിലേക്ക് എത്തുന്നതിന് മുന്നേയായി അവരെ ഞെട്ടിക്കുക എന്നത് അത് തൗഹീദിന്റെ ദഅവത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു സംഭവമാണ്. ഏകദേശം ഒരു യുദ്ധത്തിന്റെ ഒരു ശൈലിയിൽ നടക്കുന്ന സംവാദങ്ങളും വാഗ്വാദങ്ങളും കത്തും മറുപടി കത്തും ഒക്കെ ആയിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥ, ഒരു യുദ്ധപ്രതീതി. അത് ഞാൻ പ്രത്യേകം എടുത്ത് പറയാൻ കാരണമുണ്ട്. അങ്ങനത്തെ യുദ്ധപ്രതീതിയുടെ അവസ്ഥയിൽ ബൽക്കീസിന്റെ കൊട്ടാരത്തിലെ വലിയ ഹേമസിംഹാസനത്തെ ആരാണ് ഇവിടെ കൊണ്ടുവരിക എന്ന ചർച്ച നടക്കുമ്പോൾ അവിടെ ഇഫ്രീത്ത് എഴുന്നേറ്റ് നിന്നത് കാല ഇഫ്രീത്തും മിനൽ ജിനി അന ആതീക ബിഹി, ഞാനത് കൊണ്ടുവരാമെന്ന് മനുഷ്യനേക്കാളും സൃഷ്ടിപ്പിൽ അസാധാരണമായ കഴിവുകളും പ്രത്യേകതകളും വെച്ചിട്ടുള്ള ജിന്നു വർഗത്തിൽപ്പെട്ട ഇഫ്രീത്ത് അത് കൊണ്ടുവരും ഈ സഭ പിരിയുന്നതിന് മുമ്പ് എന്ന് പറഞ്ഞപ്പോൾ സുലൈമാൻ നബി പറഞ്ഞു അത് പറ്റൂല, അതിലും വേഗത്തിലൂടെ കൊണ്ടുവരണം. എത്രയോ കിലോമീറ്ററുകൾ അപ്പുറത്തുള്ള ടൺ കണക്കിന് ഭാരമുള്ള ആ സിംഹാസനം ഇവിടെ എത്തിക്കണം. അത് ഒട്ടും ചളങ്ങാതെ ഉടയാതെ ഇവിടെ എത്തിക്കണം. അത് വലിയ ഒരു അത്ഭുതമാണ് ഇഫ്രീത്ത് പറഞ്ഞത്. ഇഫ്രീത്ത് എന്ന് പറയുന്ന ജിന്ന് പറഞ്ഞത് ഇഫ്രീത്ത് എന്ന് പറയുന്ന ജിന്ന് പറഞ്ഞത് ഈ സഭ പിരിയുന്നതിന് മുമ്പ് അത് ഇവിടെ എത്തിക്കുക എന്നാ പറഞ്ഞത്. അത് പറ്റൂല. ഇവിടെ മറ്റൊരാളുടെ കസ്റ്റഡിയിലുള്ള ഒരു സാധനം മോഷ്ടിക്കാൻ വേണ്ടി സുലൈമാൻ നബി പറഞ്ഞയക്കുന്ന പോലെ തോന്നേണ്ടതില്ല. അതിനു വേണ്ടിയിട്ടാണ് ഇതൊരു യുദ്ധത്തിന്റെ പ്രതീതി എന്ന് പറയുന്നത്. യുദ്ധത്തിന്റെ പ്രതീതി ഈ സന്ദർഭത്തിന് ഉണ്ട് എന്ന് മുഫസ്സിരീങ്ങൾ പറയുന്നുണ്ട്. അല്ലെങ്കിൽ ബൽക്കീസിന്റെ ഉടമസ്ഥയിലുള്ള സാധനത്തെ ബൽക്കീസിന്റെ അനുവാദമുള്ള അതങ്ങോട്ട് എടുക്കാൻ പറ്റില്ല. ഇത് യുദ്ധത്തിന്റെ പ്രതീതി ഉള്ളത് കൊണ്ട് അത് അനുവദനീയമാണ്. യുദ്ധ നിയമങ്ങളിൽ അങ്ങനെയാണ്. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇത് പറഞ്ഞിട്ട് പിന്നെ ചോദിക്കുന്നത് പോരാ, വേറെ ആരാ ഇതിന് പറ്റുന്നതെന്ന് ചോദിച്ചപ്പോൾ മഹാനായ ആസഫ് ബിൻ ബർഖിയ റളിയല്ലാഹു അൻഹു ആ സദസ്സിലുണ്ട്. അദ്ദേഹം വലിയൊരു പണ്ഡിതനായിരുന്നു. ഖുർആൻ പറയുന്നുണ്ട്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം قال الذي عنده علم من الكتاب أنا آتيك به قبل أن يرتد إليك طرفك. കണ്ണ് ചിമ്മിയത് തുറക്ക. സെക്കൻഡുകളാണ് നമുക്കതിന് വേണ്ടി വരുന്നത്. ഒരു സെക്കൻഡാണെന്ന് കൂട്ടിക്കോ, കണ്ണ് ചിമ്മി തുറക്ക എന്നതിന് ഒരു സെക്കൻഡ്. അതിനു മുമ്പ് ഞാൻ കൊണ്ടുവരും. ഖുർആൻ ഈ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് കണ്ണ് ചിമ്മുക എന്നതിന് ഉപയോഗിക്കുന്ന സമയം എത്രയോ അതിനു മുമ്പ് കൊണ്ടുവരുന്ന. കണ്ണ് ചിമ്മുക എന്നതിന് ഒരാൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സമയം ഒരു സെക്കൻഡാണ്. ഒരു സെക്കൻഡ് പോലും വേണ്ട ഒരു കണ്ണ് ചിമ്മാൻ. അതിനു മുമ്പ് ഞാനിവിടെ കൊണ്ടുവരും. അപ്പൊ ഒരു സെക്കൻഡിന് മുമ്പ് എന്ന് പറയുന്ന അവസ്ഥയാണ് മൈക്രോ സെക്കൻഡ്. അത് എത്ര വേണമെങ്കിലും വിഭജിക്കാം. സെക്കൻഡിനെയും മനുഷ്യന് വിഭജിക്കുന്ന ഒരു അവസ്ഥ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഗണിതശാസ്ത്ര പുരോഗമന ചിന്ത വന്നിട്ട് ഏകദേശം കുറഞ്ഞ കാലമായിട്ടുള്ളൂ. സെക്കൻഡിനെയും വിഭജിക്കാം എന്നുള്ളത് ഖുർആൻ അത് പറഞ്ഞു കഴിഞ്ഞു. ഒരു കണ്ണ് ചിമ്മാൻ എടുക്കുന്ന സമയം എത്രയോ അതിനു മുമ്പുള്ള ഒരു സമയമുണ്ട്. മൈക്രോ സെക്കൻഡ് സമയത്തിൽ ഞാൻ ഇവിടെ കൊണ്ടുവരും. ഞാനങ്ങനെ കൊണ്ടുവന്നാൽ ഞാനങ്ങനെ കൊണ്ടുവരും. ആരാ പറഞ്ഞത്? ഖാലല്ലദീ ഇൻദഹു ഇൽമും മിനൽ കിതാബ്, കിതാബിൽ നിന്നുള്ള ചില അറിവുകളുള്ള ആള്. മിന്നിന് തബ്ഈദ് എന്ന അർത്ഥത്തിലുള്ള അർത്ഥമാണ്, ആശയമാണ് ഉള്ളത്. തബ്ഈദ് എന്ന് പറഞ്ഞാൽ അല്പം എന്ന അർത്ഥത്തിൽ. അപ്പൊ എങ്ങനെയാണ്? ഇൽമും മിനൽ കിതാബാണ്. കിതാബിൽ നിന്നുള്ള എല്ലാ അറിവില്ല, കിതാബിൽ നിന്നുള്ള അല്പം അറിവുള്ള ആള്, ഒരറിവുള്ള മനുഷ്യൻ. ആ അറിവ് ജീവിതത്തിൽ ഉപകാരപ്പെട്ട മനുഷ്യൻ ഒരു വലിയായിരുന്നു ഈ മഹാനെന്ന് മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട്. ആസഫ് ബിൻ ബർഖിയ റളിയല്ലാഹു അൻഹു. ഒരു കറാമത്താണത്. ഞാൻ കൊണ്ടുവരും, അതെനിക്ക് കഴിയും. ഞാൻ കൊണ്ടുവരും. ഞാൻ കുന്തു സമഅഹുല്ലദീ യസ്മഉ ബിഹി, അവൻ സംസാരിക്കുന്ന നാവും അവൻ പ്രവർത്തിക്കുന്ന കൈയും അവൻ കേൾക്കുന്ന കാതും അവൻ കാണുന്ന കണ്ണുമൊക്കെ ഞാനായി തീരാ എന്ന് അല്ലാഹ് പറഞ്ഞ ആ പ്രഖ്യാപനം പോലെ ഞാൻ കൊണ്ടുവരും, ഞാൻ കൊണ്ടുവരും, ഞാൻ കൊണ്ടുവരും. അങ്ങയുടെ കണ്ണ് ചിമ്മുന്ന സെക്കൻഡുകൾക്കുള്ളിൽ ഞാൻ ഇവിടെ കൊണ്ടുവരും. ഒരു സെക്കൻഡിനേക്കാൾ മുമ്പ് എനിക്ക് കൊണ്ടുവരാൻ കഴിയും. ഇങ്ങനെയാണ് സംഭവമുള്ളത്. ഇത് ഖുർആൻ പറഞ്ഞ കറാമത്താണ്. സക്കരിയ നബി അലൈഹിസ്സലാം മറിയം റളിയല്ലാഹു അൻഹയുടെ പ്രൈവറ്റ് റൂമിലേക്ക് കടന്നു ചെല്ലുമ്പോ, മൂത്താപ്പയാണ് മറിയം റളിയല്ലാഹു അൻഹയുടെ ഉമ്മാടെ ചേടത്തിയുടെ ഭർത്താവാണ്. കുഞ്ഞു പ്രായത്തിലുള്ള മറിയമിന്റെ റളിയല്ലാഹു അൻഹ റൂമിലേക്ക് കടന്നു ചെല്ലുമ്പോ മറിയം റളിയല്ലാഹു അൻഹ വിശ്രമിക്കുന്ന ആ റൂമിന്റെ അകത്ത് സ്വർഗഭക്ഷണം കണ്ടിട്ടുണ്ട് സക്കരിയ നബി അലൈഹിസ്സലാം. ഖുർആൻ പറയുന്നുണ്ട് സംഭവം.
മറിയം റളിയല്ലാഹു അൻഹയ്ക്ക് അല്ലാഹ് കൊടുത്ത ആദരവാണത്. ആദരവിന്റെ അറബിയാണ് കറാമത്ത്. അന്നാ ലക്കി ഹാദാ, എവിടെന്നാ മറിയമ ഇതൊക്കെ കിട്ടിയത്? ഹുവ മിൻ ഇൻദില്ലാഹ്, അല്ലാഹ് തന്നതാ. ഖുർആൻ പറഞ്ഞ കറാമത്തുകളാണത്. പിന്നെയും കാണാം, ഗർഭാവസ്ഥയിൽ മറിയം റളിയല്ലാഹു അൻഹയോട് അല്ലാഹു നടക്കാൻ പറയുന്നുണ്ട്. ഗർഭിണിയായ മറിയമിനോട് നടക്കാൻ. നമ്മുടെ ഗർഭിണികളായ സഹോദരിമാരൊക്കെ ചെയ്യേണ്ട ഏറ്റവും നല്ലൊരു വ്യായാമമാണ്. പ്രസവം എളുപ്പമാവാൻ ഏറ്റവും നല്ലൊരു പണിയാണ് നടക്കൽ കൂടുതൽ നടക്കുക. നടന്നാൽ പോരാ, കൈയും കരങ്ങൾക്ക് ബലം കൊടുത്തിട്ടുള്ള വ്യായാമങ്ങൾ ചെയ്യുക. പഴയ കാലത്തൊക്കെ കിണറിൽ നിന്നും വെള്ളം കോരാൻ വേണ്ടി ഇങ്ങനെയൊക്കെ ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. ചൂല് വെച്ച് അടിക്കുക, ചൂല് വെച്ച് മുറ്റടിക്കുക, ചൂലിന്റെ നീളം കുറയ്ക്കും. മകൾ ഗർഭിണിയായി വീട്ടിലേക്ക് പ്രസവത്തിന് കൂട്ടിക്കൊണ്ടുവന്നാൽ ഉമ്മ ചൂലിന്റെ നീളം കുറച്ചിട്ട് മുറ്റടിക്കാൻ പറയും. അറ്റ്ലീസ്റ്റ് പരമാവധി കസേര ഇടാതെ നിസ്കരിക്കാൻ ഗർഭിണികൾ ശ്രദ്ധിക്കുക. സുഖപ്രസവം ഉണ്ടാവും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. മറിയം റളിയല്ലാഹു അൻഹ അങ്ങനെ പഴയകാലത്ത് മിക്സിയൊന്നുമില്ലല്ലോ, ഇങ്ങനെ അരക്കലല്ലേ, കൈ വെച്ചിട്ടുള്ള അധ്വാനങ്ങളാ. അള്ളാഹു മറിയം റളിയല്ലാഹു അൻഹയുടെ പ്രസവത്തോടടുത്ത സമയത്ത് മഹദി അവറുകളോട് നടക്കാൻ പറയുന്ന ഒരു സന്ദർഭമുണ്ട്. മഹദി അവറുകളെ പ്രസവ വേദന നടത്തി എന്ന് പറയുന്നൊരു പ്രയോഗമുണ്ട്. അതിനോടനുബന്ധമായി തന്നെ പറയുന്നുണ്ട്, ഉണങ്ങി നിൽക്കുന്ന ഈത്തപ്പനയുടെ ഉടഞ്ഞു കിടക്കുന്ന അല്ലെങ്കിൽ തൂങ്ങിക്കിടക്കുന്ന ഉണങ്ങിയ മടലിൽ പിടിച്ചു വലിച്ചാൽ ആ ഉണങ്ങിയ ഈത്തപ്പനയിൽ നിന്നും പഴുത്ത് പാകമായ ഈത്തപ്പഴം ഉതിർന്നു ചാടും. ഉണങ്ങിയ മരത്തിൽ നിന്ന് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഫലം കായ്ക്കാൻ അസാധ്യമായ ഒരു രീതിയിലുള്ള ഒരു മരത്തിൽ നിന്നും കായ്ക്കനികൾ ഉണ്ടാവുക എന്നതൊരു അത്ഭുതമാണ്. ഖുർആൻ പറഞ്ഞിട്ടുള്ള ഒരു മുഅ്ജിസത്താണിത്. പഴുത്ത പാകമായ ഈത്തപ്പഴം അതിനെ പിടിച്ചൊന്ന് കുലിക്കാൻ മതി. ഗർഭിണി കുലുക്കുക എന്നൊരു വിഷയവും ഇവിടെയുണ്ട്. അതിൻ്റെ കൂടെ തന്നെ കായികമായ ഒരു ഗർഭിണിയെ പരിശീലിപ്പിക്കുക അല്ലെങ്കിൽ വ്യായാമത്തിലേക്ക് കൊണ്ടുവരിക എന്ന ഒരു ശൈലി ഇവിടെ ഉണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഈ ഗർഭിണിയായ മഹദി ഒരു കറാമത്തുള്ള മഹദിയായിരുന്നു. ആ കറാമത്തുമാണ് ഇവിടെ പറയുന്നത്. അള്ളാഹു നമുക്ക് മഹാന്മാരോട് ചേരാൻ ഭാഗ്യം നൽകട്ടെ. ഏതായാലും ഖുർആനിലും ഹദീസിലും ഇങ്ങനെ ധാരാളം അത്ഭുതങ്ങൾ, മഹാന്മാരുടെ അത്ഭുതങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇമാം നബവി അവിടുത്തെ പ്രധാന കൃതികളൊക്കെ രചിക്കുന്നോടത്ത് പറയുന്ന അല്ലെങ്കിൽ മറ്റ് ഫുഖഹാ പറയുന്ന ഒരു സംഭവമുണ്ട്. മഹല്ലിയുടെയൊക്കെ തുടക്കത്തിൽ കാണാം ഇമാം റാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി, ഇമാം നബവിയുടെ ഉസ്താദാണ്. മഹാനവറുകൾ മുഹറർ എന്ന് പറയുന്ന കിതാബ് രചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ മുഹറർ രചിച്ചുകൊണ്ടിരിക്കുന്ന നേരത്ത് പെട്ടെന്ന് വിളക്കണഞ്ഞുപോയി. അങ്ങനെ മുഹറർ എന്ന് പറയുന്ന ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിന്റെ പ്രധാന ഗ്രന്ഥം രചിക്കുന്ന സന്ദർഭത്തിൽ വിളക്കണഞ്ഞു പോയ നേരത്ത് മുന്നിലുണ്ടായിരുന്ന മുറ്റത്ത് നിന്ന മരം പെട്ടെന്ന് പ്രകാശിച്ചു. അത് മഹാന്റെ കറാമത്തായി മഹാന്മാരായ ഫുഖഹാ രേഖപ്പെടുത്തുന്നുണ്ട്. ജലാലുദ്ദീനുൽ മഹല്ലി തങ്ങള് മഹാനവറുകളുടെ മഹല്ലിയിൽ ഇത് രേഖപ്പെടുത്തുന്നുണ്ട്. അതുപോലെ തന്നെ ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി, ഇമാം റാഫിഈയുടെ ശിഷ്യനായ ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി മിൻഹാജ് എന്ന് പറയുന്ന കിതാബ് രചിക്കുമ്പോൾ ഇതുപോലെ വിളക്കണഞ്ഞു പോയി. ഉസ്താദിൻ്റെത് അണഞ്ഞു പോയ പോലെ തന്നെ ശിഷ്യന്റെയും അണഞ്ഞു പോയി. പിന്നീട് ഒരു കാലത്ത് ആ സമയത്ത് മഹാനായ നവവി ഇമാമിന്റെ മുന്നിൽ മരമല്ല വെളിച്ചമായത്, കയ്യിന്റെ വിരലാണ്. വിരലൊരു വെളിച്ചമായി മാറി. ഇങ്ങനെ ധാരാളം മുഅ്ജിസത്തുകളും കറാമത്തുകളും ഒക്കെ പരിശുദ്ധ ഖുർആൻ. ഒരു ഹദീസ് പറയാം. സ്വഹീഹുൽ ബുഖാരി. അൻ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു قال إن رجلين من أصحاب النبي صلى الله عليه وسلم خرجا من عند النبي صلى الله عليه وسلم في ليلة مظلمة. അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഹബീബിന്റെ സദസ്സിൽ നിന്നും രാവ് കൂടുതൽ ഇരുട്ട് കയറിയ സമയത്ത് രണ്ട് സ്വഹാബികൾ വീട്ടിലേക്ക് പോയി. സദസ്സ് കഴിഞ്ഞ് വീട്ടിലേക്ക് പോവാണ് രണ്ട് സ്വഹാബികൾ. രാത്രി നല്ല ഇരുട്ടാണ്. ആ സ്വഹാബികൾ മഹാനായ അബ്ബാദ് ബിൻ ബിശ്ർ റളിയല്ലാഹു അൻഹുവും മഹാനായ ഉസൈദ് ബിൻ ഹുദൈർ റളിയല്ലാഹു അൻഹുവും ആണ്. സ്വഹീഹുൽ ബുഖാരി ഹദീസ് രേഖപ്പെടുത്തുന്നുണ്ട്. രാത്രി നല്ല ഇരുട്ടുകൂടിയ നേരം, ഇരുട്ടുകൂടിയ പ്രദേശം. രണ്ട് സ്വഹാബികൾ പ്രവാചക സദസ്സിൽ നിന്നും സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലേക്ക് മടങ്ങുന്നു. രണ്ടുപേരും നടന്നു പോകുമ്പോൾ സ്വഹീഹുൽ ബുഖാരിയാണത്. ഈ രണ്ട് സ്വഹാബികളുടെ കൂടെയുണ്ട് രണ്ട് സ്വഹാബികളുടെ കൂടെയും
വിളക്ക് പോലത്തെ എന്തോ ഒന്നുണ്ട്. വെറുതെ ഇങ്ങനെ വിളക്ക് പോലെയല്ല. യുലിആനി ബൈന ഐദീഹിം, അവരുടെ മുന്നിൽ ഇങ്ങനെ വെളിച്ചം കാണിച്ച പോലെ എന്തോ ഒരു പ്രകാശം. ഈ ഇരുട്ടിൽ രണ്ട് സ്വഹാബികൾക്ക് നടന്നു പോകാനായി മുന്നിൽ വെളിച്ചമുണ്ട്, വിളക്ക് പോലെ എന്തോ ഒരു അനുഭവം. അനസ് റളിയല്ലാഹു അൻഹു പറയാം. അങ്ങനെ രണ്ടുപേരും രാത്രി കുറെ സഞ്ചരിച്ചു. മുന്നിൽ വെളിച്ചം കാണിച്ചു കൊടുക്കുന്ന ഒരു അത്ഭുതകരമായ ഒരു പ്രകാശം, ഒരു വിളക്ക് പോലെ എന്തോ അവരുടെ മുന്നിലുണ്ട്. രണ്ടുപേരും രണ്ട് വഴിയിലേക്ക് തിരിഞ്ഞപ്പോ ഈ സ്വഹാബികൾ രണ്ടുപേരും അബ്ബാദ് ബിൻ ബിശ്റും മഹാനായ ഉസൈദ് ബിൻ ഹുദൈറും റളിയല്ലാഹു അൻഹുമ, രണ്ട് മഹാന്മാരായ സ്വഹാബികളാണ്. രണ്ടുപേരും രണ്ടായിട്ട് തിരിയുമ്പോൾ രണ്ടുപേർക്കും ഇനി പോകേണ്ടത് രണ്ട് വഴിക്കാണ്. അങ്ങനെ തിരിഞ്ഞപ്പോൾ രണ്ടുപേരുടെ കൂടെ രണ്ടായിട്ട് ആ പ്രകാശം കൊണ്ട് തിരിഞ്ഞു. അവരുടെ വീടെത്തുന്നവരെ ആ ഇരുട്ടിൽ അവർക്ക് വെളിച്ചമായിരുന്നു, അവരുടെ മുന്നിൽ വെളിച്ചമുണ്ടായിരുന്നു. ഇതാര് പറഞ്ഞു? മഹാനായ സ്വഹാബി അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞു. ഹദീസ് സ്വഹീഹുൽ ബുഖാരി ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെയാണ് അവർക്ക് അത്ഭുതങ്ങൾ ഒരുപാടുണ്ടായിരുന്നു. അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാർക്ക്, അമ്പിയാക്കൾക്ക്, മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നേ കഴിഞ്ഞു പോയ അമ്പിയാക്കൾക്ക് അള്ളാഹു കൊടുത്ത മുഅ്ജിസത്തുകൾ, മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമുദായത്തിലെ പിൻഗാമികളായി വന്നിട്ടുള്ള ഔലിയാക്കൾക്ക് അള്ളാഹു കറാമത്തായി കൊടുത്തിട്ടുണ്ട്. ചില ഉദാഹരണങ്ങളിലേക്ക് കടന്നു വരാം. സയ്യിദനാ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അവസ്ഥ, വളരെ ചെറുപ്പത്തിലെ അള്ളാഹു നുബുവത്തിന്റെ പക്വത കൊടുത്ത മഹാനാണ്. പരിശുദ്ധ ഖുർആൻ യഹ്യാ നബിയെ പറഞ്ഞത് എങ്ങനെയാ? യഹ്യാ നബിയോട് കിതാബ്, അതായത് തൗറാത്ത് എടുത്തുകൊണ്ട് വഅദ് പറയാൻ പറഞ്ഞു. ഇസ്രായേലികളോട് വഅദ് പറയാൻ വേണ്ടി അള്ളാഹു പ്രഖ്യാപിക്കുകയാണ്, യാ യഹ്യാ ഖുദിൽ കിതാബ ബിഖുവ. ഈ സംഭവം മുഫസ്സിരിങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട്. തഫ്സീർ ജലാലൈനിയൊക്കെ നോക്കിയാൽ കാണാം, യഹ്യാ നബിക്ക് അന്ന് പ്രായം 2 വയസ്സാണ്. 2 വയസ്സ് പ്രായം. മഹാനവറുകൾക്ക് അള്ളാഹു നുബുവത്തിന്റെ പക്വത നൽകുന്നത് 3-ാമത്തെ വയസ്സിലാണ്. അപ്പോൾ അമ്പിയാക്കൾക്ക് അത്ഭുതം എന്നോണം, അവരുടെ മുഅ്ജിസത്ത് എന്നോണം പ്രായം ആവുന്നതിന് മുന്നേ അതിന്റെ പക്വത നൽകി എന്ന അവസ്ഥ. കേട്ടോളൂ. സയ്യിദുനാ ഇബ്രാഹിം, വലഖദ് ആതൈനാ ഇബ്രാഹിമ റുസ്ദഹു മിൻ ഖബ്ലു വകുന്നാ ബിഹി ആലിമീൻ. സൂറത്തുൽ അംബിയാ. ഇബ്രാഹിം നബിക്ക് നാം റുസ്ദ് നൽകി, നുബുവത്തിന്റെ പക്വത നൽകി. മിൻ ഖബ്ൽ, പണ്ടേ നൽകി. വളരെ ചെറുപ്പത്തിലെ തന്നെ 40-ാമത്തെ വയസ്സിൽ കിട്ടേണ്ടത് നൽകി, അന്നേ നൽകി. അള്ളാഹുവിന്റെ അമ്പിയാക്കളിൽ പലരും അങ്ങനെയായിരുന്നു. ഇത് അള്ളാഹുവിന്റെ ഔലിയാക്കളിലുമുണ്ട്. ശൈഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ അൽ ജീലാനി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് തങ്ങൾ ജനിച്ചത് റമളാൻ 1-നാണ്. നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, പകല് പാല് കുടിക്കൂല. അതൊരു തിരിച്ചറിവായിരുന്നു. നവജാത ശിശുവിന്റെ തിരിച്ചറിവ്, വിലായത്തിന്റെ പക്വത. കുട്ടി ജനിച്ചാൽ പകല് പാല് കുടിക്കുന്നില്ല, റമളാൻ പകല് പാല് കുടിക്കുന്നില്ല. എല്ലാവർക്കും നോമ്പാണ്, മുസ്ലിമീങ്ങൾക്ക് എല്ലാവർക്കും നോമ്പാണ്. ഈ കുഞ്ഞിനും നോമ്പ് പോലെ. ആ കാലഘട്ടത്തിൽ പെരുന്നാളാണോ റമളാൻ 30-ആണോ എന്ന മാസപ്പിറവിയുള്ളൊരു അഭിപ്രായ വ്യത്യാസം വന്നപ്പോ പണ്ഡിതന്മാർ പറഞ്ഞു, മഹാനായ അബൂ സാലിഹിന്റെ മകൻ ഇന്ന് പകല് പാല് കുടിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കാൻ അവിടെ ചെന്ന് അന്വേഷിച്ചപ്പോ കുട്ടി പകല് പാല് കുടിച്ചിട്ടില്ല. അപ്പൊ ഇന്ന് റമളാൻ 30. ഇങ്ങനെയായിരുന്നു നുബുവത്തിന്റെ പക്വത. അതുകൊണ്ടാണ് അവിടുത്തെ ചരിത്രത്തിൽ പാടിപ്പോയത്, ബാവാമുദുവിന്ന് കുത്തുബായി വന്നോവർ ബാനം അതേളിയിലും കേളി മികച്ചോവർ. ബാവയുടെ മുതുവിന്ന്, വാപ്പയുടെ മുതുകിൽ നിന്നും ഉമ്മയിലേക്ക് നിർഗളിക്കപ്പെടുമ്പോ അന്നേ കുത്തുബാണ്. ഇതൊക്കെ അള്ളാഹുവിന്റെ ഔലിയാക്കൾക്ക്, അമ്പിയാക്കൾക്ക് കിട്ടിയ പോലെ തന്നെ അള്ളാഹു നൽകും. കാരണം അൽ ഉലമാ വറസത്തുൽ അംബിയാ, മുഹമ്മദ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അമ്പിയാക്കളുടെ നുബുവത്തിന്റെ പാരമ്പര്യം ഔലിയാക്കളുടെ വിലായത്തിലൂടെയാണ് എന്ന് പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അമ്പിയാക്കൾക്ക് സാധ്യമായ മിക്കവാറും കാര്യങ്ങളൊക്കെ ഔലിയാക്കൾക്കും സാധ്യമാവുന്നുണ്ട്. മിഅ്റാജ് സാധ്യമായി കൊള്ളണമെന്നില്ല. ഖുർആൻ മുഹമ്മദ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊണ്ടുവന്ന വലിയ മുഅ്ജിസത്താണ്, അത് സാധ്യമായി കൊള്ളണമെന്നില്ല. പക്ഷെ അമ്പിയാക്കൾക്ക് സാധ്യമായത്, പൂർവികരായ അമ്പിയാക്കൾക്ക് സാധ്യമായതൊക്കെ സാധ്യമാകുമെന്നാണ് ഈ സംഭവങ്ങൾ നമ്മെ പഠിപ്പിക്കുക. ഞാൻ നോക്കിക്കോളൂ, ഒരു പ്രവാചകന്റെ മുഅ്ജിസത്ത് പറയാൻ വേണ്ടി ഖുർആനിൽ ഒരു ആയത്തിൽ എത്ര മുഅ്ജിസത്താ പറയുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വറസൂലൻ ഇലാ ബനീ ഇസ്രായീൽ
അന്നീ ഖദ് ജിഅ്തുകും ബിആയത്തിൻ മിർ റബ്ബികും അന്നീ അഖ്ലുഖു ലക്കും മിനത് ത്വീനി കഹൈഅത്തിത് ത്വയ്രി ഫഅൻഫുഖു ഫീഹി ഫയകൂനു ത്വയ്റൻ ബിഇദ്നില്ലാഹ് وأبرئ الأكمه والأبرص وأحيي الموتى بإذن الله وأنبئكم بما تأكلون وما تدخرون في بيوتكم إن في ذلك لآية لكم إن كنتم مؤمنين. സയ്യിദുനാ ഈസ അലൈഹിസ്സലാമിന്റെ മുഅ്ജിസത്തുകളായി പറഞ്ഞത്. മൂസാ നബിയുടെ മുഅ്ജിസത്ത്, പ്രധാനപ്പെട്ട 9 മുഅ്ജിസത്ത് സൂറത്തുൽ അഅറാഫിൽ ഇങ്ങനെ പറയല്ലേ, ഒന്നും വിശദീകരിക്കുന്നില്ല. മഹാനായ ഈസാ നബിയുടെ മുഅ്ജിസത്ത് നോക്കിക്കോളൂ. വറസൂലൻ ഇലാ ബനീ ഇസ്രായീൽ, ഇസ്രായേലി സമൂഹത്തിലേക്ക് മൂസാ നബിയുടെ പിൻഗാമിയായി മറ്റൊരു റസൂലിനെ അല്ലാഹു പറഞ്ഞയച്ചു. സയ്യിദുനാ ഈസാ അലൈഹിസ്സലാം മഹാൻ ചെന്നുകൊണ്ട് പറഞ്ഞു, അന്നീ ഖദ് ജിഅ്തുകും ബിആയത്തിൻ മിർ റബ്ബികും, ഇസ്രായേലി സമൂഹമേ, നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ അല്ല ഉണ്ട് എന്നതിന്റെ തെളിവുമായ വന്നിരിക്കുന്നത്. ആയത്ത്, ദൃഷ്ടാന്തം എന്ന് പറഞ്ഞാൽ അല്ല ഉണ്ട് എന്നതിന് തെളിവ്. ഞാൻ കൊണ്ടുവന്നിരിക്കുന്ന തെളിവ് എന്താണെന്നറിയോ? എൻ്റെ മുഅ്ജിസത്തുകൾ എന്തൊക്കെയെന്നറിയോ? അന്നീ അഖ്ലുഖു ലക്കും മിനത് ത്വീനി കഹൈഅത്തിത് ത്വയ്രി ഫഅൻഫുഖു ഫീഹി ഫയകൂനു ത്വയ്റൻ ബിഇദ്നില്ലാഹ്. ചെളി കൊണ്ട് ഒരു പക്ഷിയുടെ, കിളിയുടെ രൂപം ഉണ്ടാക്കിയിട്ട് അതിലേക്ക് ഞാൻ അങ്ങോട്ട് ഊതും. ഞാൻ ഊതും എന്നാ പറഞ്ഞത്. ഞാൻ ഊതും. ആ അന, നീ എന്ന് പറഞ്ഞോടത്തുനിന്ന് ഞാൻ എന്ന അവസ്ഥയിലേക്ക് മാറാം. അത് വിലായത്തിന്റെ ഒരു പ്രധാന ഘടകമാണ്. ഞാൻ ഊതും. ഫഅൻഫുഖു ഫീഹി ഫയകൂനു ത്വയ്റൻ ബിഇദ്നില്ലാഹ്. സാക്ഷാൽ ചിറകടിച്ച് പറക്കുന്ന പക്ഷിയായി ആ കളിമണ്ണിന്റെ രൂപത്തിലുള്ള പക്ഷി ജീവനില്ലാത്തതിലേക്ക് ഞാൻ ഊതിയപ്പോൾ ജീവനായി. ആദം നബിയെ കുറിച്ച് അള്ളാഹു പറഞ്ഞെന്താ? അള്ളാഹു അവന്റെ വലിയന്റെയും അവന്റെ നബിയിന്റെയും അവയവങ്ങളിൽ അങ്ങ് എത്തുകയാ എന്ന് പറഞ്ഞാൽ അള്ളാഹു അത്ഭുതങ്ങൾ കൊടുക്കാണ്, കറാമത്ത് കൊടുക്കാണ്, മുഅ്ജിസത്ത്. വനഫഖ്തു ഫീഹി മിർ റൂഹി ഫഖഉ ലഹു സാജിദീൻ ഫസജദൽ മലായികതു കുല്ലുഹും അജ്മഊൻ ഇല്ലാ ഇബ്ലീസ് അബാ അൻ യകൂന മഅസ് സാജിദീൻ قال يا إبليس ما لك ألا تكون مع الساجدين قال لم أكن لأسجد لبشر خلقته من صلصال من حمأ مسنون. സൂറത്തുൽ ഹജ്ർ. ആദം നബിയുടെ സൃഷ്ടിപ്പ് പറഞ്ഞോടത്തും അല്ലാഹു പറഞ്ഞത് വനഫഖ്തു ഫീഹി മിർ റൂഹി, ഞാൻ ഊതി എന്ന. എൻ്റെ വലിയന്റെ ഊതലും ഞാനാവും, എൻ്റെ വലിയന്റെ നോട്ടവും ഞാനാവും, എൻ്റെ വലിയന്റെ എല്ലാം ഞാനാകും. അതേ ഞാൻ ആയ അവസ്ഥയിലാണ് ഈസാ നബി കിളിയുടെ രൂപത്തിലേക്ക് ഊതിയപ്പോൾ അത് പക്ഷിയായി മാറിയത്. ഫഅൻഫുഖു ഫീഹി ഫയകൂനു ത്വയ്റൻ, അത് പക്ഷിയായി മാറും. എങ്ങനെ? ബിഇദ്നില്ലാഹ്. ഞാനായി എൻ്റെ അല്ല പറഞ്ഞല്ലോ, ഞാൻ എൻ്റെ അടിമയിൽ അവന്റെ കണ്ണും കാതും കൈയും ഒക്കെ ഞാനാകുമെന്ന് പറഞ്ഞ ആ അവസ്ഥയോടുകൂടെ, ബിഇദ്നില്ലാഹ്, അള്ളാന്റെ ഇതിനോടുകൂടെ. ആ അവസ്ഥ അള്ളാഹു നമുക്ക് തരട്ടെ. അതൊക്കെ വലിയ അധ്വാന. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അങ്ങനെ അള്ളാന്റെ ഇതിനോടുകൂടെ, അല്ലാതെ ഞാൻ അതിന് കഴിവുള്ള ആളൊന്നുമല്ല. അള്ളാന്റെ ഇതിനോടുകൂടെ എനിക്കതിന് സാധ്യമാണ്. അള്ളാന്റെ ഇതിനോടുകൂടെയാണ് ഹബീബ് മുഹമ്മദ് മുസ്തഫ ഇവിടെ ദഅവത്ത് നടത്തിയിട്ടുള്ളത്. ആ ഇതിനെല്ലാവർക്കും കിട്ടണം. വദാഇയൻ ഇലല്ലാഹി ബിഇദ്നിഹി വസിറാജൻ മുനീറ എന്നാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇതൊക്കെ വളരെ ഗഹനമേറിയ കാര്യങ്ങളാണ്. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പിന്നെ ഈസാ നബി പറഞ്ഞു ഉബ്രിഉൽ അക്മഹ വൽ അബ്റസ വഉഹിയൽ മൗതാ ബിഇദ്നില്ലാഹ്. ജനിച്ചപ്പോ കണ്ണില്ല, ആ കണ്ണിന്റെ ഈ ഭാഗം വെറും ചർമ്മം മാത്രം, തൊലി മാത്രം, അവിടെ ഒരു കീറല് പോലുമില്ല. അവിടെ അങ്ങോട്ട് കീറിയിട്ട് ഒരു കഷ്ണം ചെളി ഉരുട്ടി വെച്ചിട്ട് അവിടെ ഒന്ന് അടച്ചിട്ടൊന്ന് തടവി അങ്ങോട്ട് വിട്ടു കഴിഞ്ഞാൽ അവിടെ സാക്ഷാൽ കണ്ണ് വരും. അങ്ങനെ ആ കാലഘട്ടത്തിൽ കണ്ണിന്റെ ഭാഗത്ത് കണ്ണില്ലാത്ത അവസ്ഥയിൽ അവിടെ വെറും പ്ലെയിനായി ഫ്ലാറ്റായി കിടക്കുന്ന ഒരു ഭാഗമായി സൃഷ്ടിക്കപ്പെട്ട കുറെ മനുഷ്യന്മാരുണ്ടായിരുന്നു. കണ്ണിന്റെ അവിടെ കീറലൊന്നുമില്ല. ചുണ്ട് കഴിഞ്ഞാൽ പിന്നെ മൂക്കേ ഉള്ളൂ, പിന്നെ നെറ്റിയേ ഉള്ളൂ, കണ്ണില്ല.
ഈസാ നബി അങ്ങനെയുള്ളവരെ പിടിച്ചിട്ടോടാണ്ട് കീറിയിട്ട് ചെറിയ ചെളി കഷ്ണം ഉരുട്ടി അങ്ങോട്ട് വെച്ചിട്ട് അങ്ങോട്ട് തടവി കഴിഞ്ഞാൽ അവിടെ സാക്ഷാൽ കണ്ണു വരും. അത് അത്ഭുതമാണ്, അസാധ്യമാണ്. പക്ഷെ ഞാൻ അങ്ങനെ ചെയ്യും ഇതിനില്ല. അള്ളാന്റെ ഇതിനെ എനിക്ക് റബ്ബ് തന്നിട്ടുണ്ട്. ഞാൻ അങ്ങനത്തെ ആളാണ്. അള്ള ചെയ്ത ഒരു നിഅമത്തിനെ അംഗീകരിക്കുകയും കൂടി ചെയ്യലാണത്. അള്ള ചെയ്ത നിഅമത്തിനെ കുറിച്ച് പറയണമെന്നാ പറഞ്ഞത്. ഞാൻ അങ്ങനെ ചെയ്യും, അതെനിക്ക് കഴിയും, എൻ്റെ റബ്ബ് തന്നതാണ്. അള്ളാഹു ചെയ്ത നിഅമത്തിനെ ഇവിടെ എടുത്ത് പറയലും കൂടിയാണ്. സാക്ഷാൽ കണ്ണുണ്ട്, എന്നാൽ അതിന് കാഴ്ചയില്ല, പ്രവർത്തിക്കുന്നില്ല. എന്നാലും ഞാൻ അവിടെ തടവിയാൽ ആ കണ്ണ് പ്രവർത്തിക്കും. വെള്ളപ്പാണ്ടുള്ളവനെ ഞാൻ തലോടിയാൽ വെള്ളപ്പാണ്ട് അസുഖം മാറിക്കിട്ടും. നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും മരിച്ചാൽ അവനെ ജീവിപ്പിക്കാൻ എനിക്ക് കഴിയും. എന്റെ കഴിവുകൊണ്ടല്ല, ഇതിനില്ല, അള്ളാന്റെ ഇതിന് റബ്ബ് എനിക്ക് അതിനുള്ള അനുവാദം തന്നിട്ടുണ്ട്. അങ്ങനെ കഴിയുന്ന നിങ്ങൾ വീടുകളിൽ സൂക്ഷിച്ചു വെക്കുന്ന സ്വകാര്യ വസ്തുക്കളെ, രഹസ്യ വസ്തുക്കളെ പറയാൻ എനിക്ക് കഴിയും. നിങ്ങൾ കഴിച്ചു വന്ന ഭക്ഷണം എന്തെന്ന് പറയാൻ എനിക്ക് കഴിയും. സയ്യിദുനാ ഈസാ അലൈഹിസ്സലാം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. സൂറത്ത് ആലു ഇമ്രാനിന്റെ ആയത്താണ്, 49-ാമത്തെ ആയത്താണിത്. അപ്പൊ അമ്പിയാക്കൾ ഇങ്ങനെ അത്ഭുതങ്ങൾ കാണിച്ചു. അത് ഔലിയാക്കന്മാരുടെ കറാമത്തിൽ കാണാനുണ്ട്. ബഹ്ജത്തുൽ അസ്റാറൊക്കെ മുഹീദ്ദീൻ ഷേഖിന്റെ കറാമത്തുകൾ എത്രയാ പറയുന്നത്. കറാമത്തുകൾ കാണിച്ചുകൊണ്ട്, കറാമത്തിൽ അറിയപ്പെട്ട ആളല്ല മുഹീദ്ദീൻ ഷേഖ്. ശരിക്കും മഹാനവറുകൾ ഇൽമിൽ അറിയപ്പെട്ട ആളാ, ദഅവത്തിൽ അറിയപ്പെട്ട ആളാ. ദഅവത്ത് എത്ര കൂടുന്നു അത്ര കണ്ട് കറാമത്തുകളും കൂടും. ദഅവത്തിന്റെ സന്ദർഭങ്ങളിൽ കറാമത്തുകൾ വന്നിരിക്കും. കറാമത്ത് തികച്ചും ദഅവത്തിനുള്ളതാ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. സയ്യിദനാ ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ഒരു പ്രത്യേകത കണ്ടോളൂ. ഇവിടെ ഇരുന്നാൽ മതി ചക്രവാളത്തിലെ രഹസ്യങ്ങൾ കാണാൻ കഴിയും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وكذلك نري إبراهيم ملكوت السماوات والأرض وليكون من الموقنين. സൂറത്തുൽ അൻആം. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് നാം ചക്രവാളത്തിന്റെ രഹസ്യങ്ങൾ കാണിച്ചു കൊടുത്തു. മഹാനവറുകൾ യഖീനുള്ള മനുഷ്യനായി മാറാൻ വേണ്ടി, യഖീൻ, കല്ലാ സൗഫ തഅലമൂൻ ثم كلا سوف تعلمون كلا لو تعلمون علم اليقين. യഖീന്റെ അറിവുണ്ടാവണം. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഒരു ക്ലാസ്സിൽ, യഖീൻ എന്ന് പറഞ്ഞാൽ അവിടെ കുറെ പുക കണ്ടപ്പോൾ ആരോ പറഞ്ഞു അവിടെ തീയുണ്ട്, അതാ പുക. അയാൾക്കറിയാം തീ ഉണ്ടായാൽ പുക ഉണ്ട് എന്ന്. അയാൾ അവിടുത്തെ തീ കണ്ടിട്ടല്ല പറഞ്ഞത്, തീ ഉണ്ടായാലേ പുക ഉണ്ടാവൂ എന്ന അറിവ് വെച്ച് പറഞ്ഞതാ. വേറൊരാൾ പറഞ്ഞു, അയാളെക്കാളും അറിവുള്ള ഒരാള്, അയാൾ അവിടെ നിന്ന് കണ്ടിട്ടാ പറഞ്ഞത്. അവിടെ തീ അയാൾ കണ്ടു, തീ കണ്ടതിന്റെ പേരിലാണ് അവിടെ പുക കണ്ടത്. വേറൊരാൾ പറഞ്ഞത് ആ തീയിന്റെ സ്വഭാവം പുകയാണെന്ന് മാത്രമേ ഇവർ അറിഞ്ഞിട്ടുള്ളൂ. വേറെ ഒരാൾ പറഞ്ഞത്, മൂന്നാമൻ പറഞ്ഞത്, തീയിൽ പൊള്ളി അയാളുടെ കൈയൊന്ന് പൊള്ളി, അയാൾക്ക് തീ എന്താന്ന് മനസ്സിലായി. തീയിൽ പൊള്ളലേറ്റ ആളാ പറയണത്, എന്റെ കൈ പൊള്ളിയിട്ട് അവിടെ തീയുണ്ട്, അവിടെ പുകയുണ്ട്. ഈ 3 പേരുടെ അറിവ് 3 രീതിയിലാ. ഒരാൾ പുക മാത്രം കണ്ടിട്ട് തീയിനെ മനസ്സിലാക്കിയ ആളാ. മറ്റേ ആൾ അവിടെ ചെന്ന് തീ കണ്ട് പുക വന്നത് കണ്ട് തീയിനെ മനസ്സിലാക്കിയ ആളാ. മൂന്നാമത്തെ ആള് തീയ് പൊള്ളും എന്നത് അനുഭവിച്ചിട്ട് പുകയെ കണ്ട് തീയിനെ മനസ്സിലാക്കിയ ആളാ. ഇൽമുൽ യഖീൻ കിട്ടണം. അള്ളാഹുവിനെ പറ്റിയുള്ള ഇൽമുൽ യഖീൻ. അള്ളാഹിനെ പറ്റി നമുക്ക് എന്തറിയാം? നമുക്കൊന്നും അറിയില്ല. നമുക്ക് ഇൽമുൽ യഖീൻ ഇല്ല. ഇൽമുൽ യഖീൻ വരുന്ന ആളെ പറ്റിയാ പറഞ്ഞത്, ഹൃദയം അള്ളാഹിന്റെ മഅരിഫത്തിലായി കുളിച്ചു കൊടുക്കുമെന്ന് ഇമാം റാസി രേഖപ്പെടുത്തിയത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. അങ്ങനെ വരുന്ന സന്ദർഭത്തിലാ ഇതൊക്കെ ഉണ്ടാവാ. ഈ ഇബ്രാഹിം നബി തന്നെ ഇവിടെ ഇരുന്നു കൊണ്ട് ആകാശത്തിന്റെ ചക്രവാളത്തിലെ രഹസ്യങ്ങൾ കാണാൻ കഴിയുന്ന ആളായിരുന്നു. എന്നാൽ ഇത് ഇബ്രാഹിം നബി അലൈഹിസ്സലാം തന്നെ നേരത്തെ ഈസാ നബി പക്ഷികളെ പറപ്പിച്ച പോലെ 4 തരത്തിലുള്ള 4 വർഗത്തിൽപ്പെട്ട പക്ഷികളെ തുണ്ടമായി മുറിച്ചെടുത്തിട്ട് സൂറത്തുൽ ബഖറ കുഴച്ച് മറിച്ച് അതിന്റെ ജീവൻ നഷ്ടപ്പെട്ടേക്കാണ്. 4 ദിക്കുകളിൽ കൊണ്ടുപോയി 4 മലകളുടെ മുകളിൽ, പർവ്വതങ്ങളുടെ മുകളിൽ കുഴിച്ചിട്ടിട്ട് താഴെ വന്നിട്ട് പേര് ചൊല്ലി വിളിച്ചപ്പോൾ 4ഉം പറന്ന് അത്ഭുതം ഖുർആൻ പറയുന്നുണ്ട്. ഇതൊക്കെ അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരാൽ സംഭവിക്കുന്നതാണ്, കേട്ടോളൂ. എന്നാൽ ഇതെല്ലാം അള്ളാഹുവിന്റെ വലിയലും കറാമത്തിലൂടെ കാണപ്പെട്ടിട്ടുണ്ട്. കശമേറും രാവിലെ നടന്നങ്ങ് പോകുമ്പോൾ കൈവീരൽ ചൂട്ടാക്കി കാട്ടി നടന്നോവർ. മുഹീദ്ദീൻ ഷേഖിന്റെ പ്രത്യേകതയാണത്. കണ്ണിൽ കാണാത്തതും കൽബകത്തുള്ളതും
കൺകൊണ്ട് കണ്ട പോൽ കണ്ട് പറഞ്ഞവർ. സ്വഹാബികൾ നടന്നു പോയപ്പോ കൈവിരൽ വെളിച്ചായി മാറി, അല്ലെങ്കിൽ അവരുടെ മുന്നിൽ പ്രകാശം ഉണ്ടായെന്നുള്ള ബുഖാരിയുടെ ഹദീസ് നമ്മൾ കേട്ടതാ. മഹാനായ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം മനുഷ്യന്മാർ കഴിച്ച ഭക്ഷണം എന്താണെന്ന് അത് കാണാതെ പറയുമായിരുന്നു. വീട്ടിൽ ഒളിപ്പിച്ചു വെച്ച രഹസ്യ വസ്തുക്കളെ കുറിച്ച് പറയായിരുന്നു. അതും ഷെയ്ഖ് മുഹ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി. കുപ്പിക്കകത്തുള്ളേ വസ്തുവിനെ പോലെ കാമാഞ്ഞ നിങ്ങളെ കൽബകമെന്നോവർ. ഹൃദയം കാണാൻ കഴിയും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഹൃദയം കാണാൻ പറ്റുന്നിടത്തേക്ക് നോക്കാൻ, ഹറാമ് കാണാൻ പറ്റുമെന്ന് ചിന്തിക്കരുത്. വസ്ത്രത്തിൻ്റെ അകത്തുള്ളത് കാണലല്ല, അങ്ങനെ കാണുന്ന കണ്ണല്ല അള്ളാഹു അവർക്ക് നൽകിയേക്കണം. അങ്ങനത്തെ കണ്ണ് നമ്മളെപ്പോലുള്ളവർക്ക് നൽകണം. തുളച്ചു നോക്കുന്ന കണ്ണ്, ആ കണ്ണല്ല ഔലിയാക്കന്മാരുടെ കണ്ണ്. അള്ളാഹിൻ്റെ മഅരിഫത്തിൻ്റെ കണ്ണ് ഹറാമ് കാണില്ല. ഹൃദയത്തിൻ്റെ കറകൾ കാണാൻ അവർക്ക് കഴിയുമായിരുന്നു. ഖബറകത്തിന്നും സലാമീനെ കേട്ടോവർ ഖബറകത്തുള്ളവരോട് മോളിന്തോവർ. ചത്തച്ചകത്തിന് ജീവനിടിച്ചോവർ ചാകും കീലാശത്തെ നന്നാക്കി വിട്ടോവർ. കോഴിയുടെ മുള്ളോട് കൂകന്ന് ചൊന്നാരെ കുശാതെ കൂകിപ്പാറപ്പിച്ച് വിട്ടോവർ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. പക്ഷിയെ പറപ്പിച്ച പോലെ കോഴിയെ പറപ്പിച്ചു. ഇതൊക്കെ ചരിത്രം രേഖപ്പെടുത്തിയ സത്യങ്ങളാണ്. ഇതൊക്കെ സാധ്യമായ മഹാന്മാർ അന്നുണ്ടായിട്ടുണ്ട്, ഇന്നും ഉണ്ടാവാം. വഹും മൗജൂദൂന ഫീ കുല്ലി സമാൻ, എല്ലാ കാലഘട്ടത്തിലും അങ്ങനെയുള്ളവരുണ്ട് എന്ന മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ളത്. എല്ലാം കൃത്യമായ കിതാബിന്റെ അടിസ്ഥാനത്തിൽ തന്നെ പറഞ്ഞ നമ്മുടെ വിശ്വാസപരമായ കാര്യങ്ങളാണ്. ഏതായാലും അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞല്ലോ, അള്ളാഹുവിന്റെ ഔലിയാക്കൾ ആരാണ്? അള്ളാഹുവിന്റെ ഔലിയാക്കൾ അലാ ഇന്ന ഔലിയാ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ അല്ലദീന ആമനൂ വകാനൂ യത്തഖൂൻ. അള്ളാഹുവിന്റെ ഔലിയാക്കൾ പൂർണ്ണമായും മുത്തഖീങ്ങളാണ്. മുത്തഖീങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ? മുത്തഖീങ്ങൾ എന്ന് പറഞ്ഞാൽ പരിശുദ്ധ ഖുർആൻ പറഞ്ഞ മുത്തഖീങ്ങൾ അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി വയുഖീമൂനസ്സലാത്ത വമിമ്മാ റസഖനാഹും യുൻഫിഖൂൻ. യുഖീമൂനസ്സലാത്ത, കൃത്യമായി നിസ്കരിക്കുന്നവരാണ്, അവരാണ് മുത്തഖീങ്ങൾ. അങ്ങനെയാ ഖുർആൻ പറഞ്ഞത്. അപ്പൊ ഔലിയാക്കൾ നിസ്കരിക്കോ? അവർ നിസ്കരിക്കൂലോ? അവർ ഫർദ് പൂർണ്ണമായും ചെയ്യുന്നവരാ. നമ്മൾ കാണാതിരിക്കാം. അള്ളാഹു അബ്ദാലിന്റെ മഖാം എന്ന് പറയുന്ന ഒരു അവസ്ഥ കൊടുത്തു കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ തഅദ്ദുദാവും, പല സ്ഥലത്ത് കാണാം. ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല, സാധാരണക്കാർ കേൾക്കുന്ന കാര്യങ്ങളാവുമ്പോൾ അതിനൊരു പരിധിയുണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ പറയുന്നതിന്. അള്ളാഹുവിന്റെ ഔലിയാക്കൾ അവർ കൃത്യമായി നിസ്കരിക്കുന്നവരും സക്കാത്ത് കൊടുക്കുന്നവരുമാവണമെന്ന് പരിശുദ്ധ ഖുർആൻ. അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി വയുഖീമൂനസ്സലാത്ത. ഇനി കേട്ടോളൂ ഹദീസ്. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്ന ഇമാം ബൈഹഖിയുടെ സുനനുൽ കുബ്രയിലുണ്ട് ഹദീസ്. അൻ ഉബൈദ് ഇബ്നു ഉമൈർ അൻ നബിഹി ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫി ഹജ്ജത്തുൽ വദാഇ. ഹജ്ജത്തുൽ വദാഇലെ ഹബീബിന്റെ പ്രഭാഷണം സ്വഹാബി പറയുകയാണ്. അന്ന് റസൂൽ അത് പ്രസംഗിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞു: അലാ ഇന്ന ഔലിയാ അല്ലാഹി ഹുമുൽ മുസല്ലൂൻ. അറിയണേ, അള്ളാഹുവിന്റെ ഔലിയാക്കൾ നിസ്കരിക്കുന്നവരാണ്. മയ്യുഖീമുസ് സ്വലവാത്തിൽ ഖംസ, 5 വഖത്ത് കൃത്യമായി നിസ്കരിക്കുന്നവരാണ്. അല്ലത്തി കുത്തിബന അലൈഹി, വലിയന് അള്ളാഹു നിസ്കാരം ഫർളാക്കിയതാണ്, അവർ കൃത്യമായി ചെയ്യുന്നവരാണ്. വയസൂമു റമളാൻ, അവർ റമളാന്റെ നോമ്പെടുക്കുന്നവരാണ്. യഹ്തസിബു സൗമഹു, നോമ്പിന് അവർ കൂലി പ്രതീക്ഷിക്കുന്നുണ്ട്. വയുഅതി സകാത മാലിഹി യഹ്തസിബുഹാ, അള്ളാന്റെ വലിയ അവന്റെ സമ്പത്തിന് കൃത്യമായി കണക്കനുസരിച്ച് സക്കാത്ത് കൊടുക്കുന്നവനാണ് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ഇമാം ഹക്കിം അവിടുത്തെ മുസ്തദ്രക്കിലെ ഹദീസ് രേഖപ്പെടുത്തുന്നുണ്ട്. ഇമാം ബൈഹഖി അവിടുത്തെ സുനനുൽ കുബ്രയിലും ഈ ഹദീസ് പറയുന്നുണ്ട്. അല്ലാഹുവിന്റെ ഔലിയാക്കൾ അങ്ങനെയാണ്. ഒരുപാട് അത്ഭുതങ്ങൾ. മുത്തഖീങ്ങളാവുമ്പോൾ സ്വാഭാവികമായി അള്ളാഹിനെ പേടിയുള്ളവരാകുമ്പോൾ എന്താ, ഔലിയാക്കന്മാരോട് എല്ലാവർക്കും ഒരു പേടിയുണ്ട്. അങ്ങനെ വർത്താനുണ്ടല്ലോ പൊതുവെ. മഹാനായ സമസ്തയുടെ നേതാവ് കണ്ണിയത്ത് അഹ്മദ് മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദ വഖദ്ദസല്ലാഹു സിറഹുൽ അസീസ്, മഹാനവറുകളുടെ വീട്ടിലേക്കുള്ള വഴി ഹൈന്ദവ തീവ്ര സ്വഭാവമുള്ള
സംഘടനയുമായി ബന്ധമുള്ള ആളുകളുടെ പറമ്പിലൂടെയാണ് വഴി കൊടുത്തിരിക്കുന്നത്. അവർക്ക് കണ്ണിയത്തുസ്ഥാനോട് വലിയ കാര്യമാണ്. മൻ ഖാഫല്ലാഹ ഖാഫഹു കുല്ലു ഷൈ. അള്ളാഹിനെ പേടിയുള്ള കണ്ണിയത്തിനെ അവർക്കും പേടിയാണ്. പേടി, ആ ആദരവ്, അനുസരണയിലൂടെ അവർ കാണിച്ചു. വഴിക്ക് സ്ഥലം കൊടുത്തു, വീട്ടിലേക്കുള്ള വഴി. കണ്ണിയത്ത് വഫാത്തായപ്പോൾ മഹാനവറുകൾക്ക് റഹ്മത്തുള്ളാഹി അലൈഹി മയ്യത്ത് നിസ്കരിക്കാൻ വേണ്ടിയിട്ട് ലക്ഷക്കണക്കിന് ആളുകൾ കൂടിയെടുത്ത് ആ നാടിന് ഉൾക്കൊള്ളാൻ പറ്റാത്ത അവസ്ഥയിൽ ആ മയ്യത്ത് നിസ്കാരത്തിന് തടിച്ചുകൂടിയ ലക്ഷങ്ങൾക്ക് ഒതുവെടുക്കാനുള്ള വെള്ളം കൊടുത്തതും സഹോദര സമുദായക്കാരാണ്. ഖുത്ബി മുഹമ്മദ് മുസ്ലിയാർ നവറല്ലാഹു മർഖദ മഹാനവറുകളുടെ മുന്നിൽ ആരും പോയി പ്രത്യക്ഷപ്പെടാറില്ല. പേടിയാ. അള്ളാഹിനോടുള്ള ഭയപ്പാട്, അള്ളാഹുവിനോടുള്ള ഭയപ്പാട്, എല്ലാവരും അവന് കീഴ്പ്പെട്ടു പോകും. റബ്ബിന് തഖ്വ ചെയ്തുവെന്നാൽ പിന്നെ നേതാക്കളും അടിമപ്പെടുന്നതു തന്നെ. ഭയപ്പെട്ടു പോകും അവനെ ഏതൊരു വസ്തുവും, അത് ആന, കടുവ, സിംഹമെന്നാൽ തന്നെയും. ആകാശഭൂമികൾ അവന് കീഴ്വഴങ്ങുന്നതാ, അംലാക്ക് പോലും വാഴ്ത്തി സ്തുതി പാടുന്നതാ. ഹബീബിന്റെ ഒരു പ്രധാനപ്പെട്ട സ്വഹാബി വനിതയുണ്ടായിരുന്നു, മഹ്ദിയായ സഫീന റളിയല്ലാഹു അൻഹാ. ഇമാം ഹാക്കിമിന്റെ മുസ്തദറക്കിൽ കാണാം ഹദീസ്. റസൂലുള്ള അടിമത്തത്തിൽ നിന്നും മോചിപ്പിച്ചെടുത്ത പെൺകുട്ടിയാണ് ഈ പെൺകുട്ടി, സഫീന റളിയല്ലാഹു അൻഹാ. അവർ പറയുകയാണ്, ഒരിക്കൽ അവർ ഒരു യാത്രയിൽ പോയി കപ്പൽ യാത്ര നടത്തി. കപ്പൽ തകർന്നു. ഇമാം ഹാക്കിമിന്റെ മുസ്തദറക്കിൽ ഹദീസുണ്ട്. കപ്പൽ തകർന്നു കഴിഞ്ഞപ്പോൾ കപ്പലിന്റെ ഒരു കഷ്ണം പലകയിൽ കപ്പലിന്റെ ഒരു കഷ്ണം തടിയിൽ ഞാൻ അള്ളിപ്പിടിച്ചു കിടന്നു. എന്നിട്ട് ആ തടി ആ തടി ഒഴുകി ഒഴുകി ഓളത്തിൽ ഒഴുകി വന്ന് കരക്കടിഞ്ഞപ്പോ അതൊരു ദ്വീപായിരുന്നു. അവിടെ ഒരു സിംഹം ഞാൻ വരുന്നതും കാത്തിങ്ങനെ നിൽക്കാ. വിശന്ന് ഒട്ടിയ വയറുമായൊരു സിംഹം ഗർജിച്ച് നിൽക്കാ. ഈ കപ്പലിന്റെ അവശിഷ്ടമായ തടിയുടെ പുറത്ത് തളർന്നു കിടക്കുന്ന ഒരു പെണ്ണ് അല്ലെങ്കിൽ ഒരു മനുഷ്യ ശരീരം ഓളത്തിൽ ഇങ്ങനെ ഒഴുകി ഒഴുകി വരുന്നത് കരക്കിങ്ങനെ കാത്തു നിൽക്കുന്ന, ദ്വീപിന്റെ അരികിൽ വന്ന് നിൽക്കുന്ന ഒരു സിംഹത്തിന്റെ മുന്നിൽ ഞാൻ ഇങ്ങനെ പെടാം. സഫീന റളിയല്ലാഹു അൻഹ പറയാണ്, ഫഅഖബല ഇലയ്യ യുരീദുനി. ഈ സിംഹം എന്നെ കഴിക്കാൻ, എന്നെ ആഹാരമാക്കാൻ എൻ്റെ മുന്നിലേക്ക് ഇങ്ങനെ ഗർജിച്ച് വന്നു. ഫഖുൽതു, അപ്പൊ ഞാൻ പറഞ്ഞു, എൻ്റെ മുന്നിൽ വന്നപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. ഒരു സിംഹം എൻ്റെ മുന്നിൽ. ഫഖുൽതു, ഞാൻ പറഞ്ഞു, യാ അബൽ ഹാരിസ്, ഓ സിംഹമേ. അങ്ങനെ പറയാം, അന മൗലാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ ആരാണെന്ന് നിനക്കറിയോ? അള്ളാഹുവിന്റെ ഹബീബ് അടിമത്വത്തിൽ നിന്നും മോചിപ്പിച്ച ഒരു പെണ്ണാടാ ഞാൻ. എന്നെ വേണം നിനക്ക്? സിംഹത്തോട് ചോദിക്കുക, എന്നെ തിന്നണോ നിനക്ക്? ഞാൻ റസൂലുള്ള അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ച ഒരു പെണ്ണാണ്. തലകുലുക്കി. സിംഹം തലകുലുക്കി എന്ന് മാത്രമല്ല, എന്റെ മുന്നിലേക്ക് അത് വന്നു. വഅഖബല ഇലയ്യ, എന്റെ മുന്നിലേക്ക് ആ സിംഹം വന്നു. ഫദഫഅനി ബിമൻകിബിഹി, ആ തടിയിൽ കിടക്കുന്ന എന്നെ പതുക്കെ പതുക്കെ അതെന്റെ കൈ വെച്ച് തുഴഞ്ഞ് ആ സിംഹം വഴിച്ചാല് ഒഴുക്കിനനുസരിച്ച് കടൽ വെള്ളത്തിലൂടെ ഒഴുക്കി തിരയോടുകൂടെ തന്നെ പതുക്കെ തള്ളി വിട്ടു. ഹത്ത അഖറജനി മിനൽ ജുമ്മ, അങ്ങനെ ദ്വീപിന്റെ തീരം വിടുന്നത് വരെ സിംഹം എന്റെ കൂടെ അരികെ പറ്റി എന്നെ തള്ളി ഒഴുക്കി ഇങ്ങനെ വിട്ടു, കൃത്യമായ റൂട്ടിലേക്ക് വിട്ടു. എന്നിട്ടോ ഫവദഅനി അല ത്വരീഖി, ഇനി ഞാൻ നേരായ കരയിലേക്ക്, ദ്വീപ് വിട്ടിട്ട് ശരിയായ കരയിലേക്ക് ഒഴുകുന്ന ഒരു അവസ്ഥയിൽ എന്നെ ആക്കി തന്നു. എന്നിട്ട് ആ സിംഹം ഒന്ന് അതിന്റെ ശബ്ദം കൊണ്ട് മുരടി ഒന്ന് ഗർജിച്ചു. ഫല്ലനന്തു, ഞാൻ മനസ്സിലാക്കി, അന്നഹു യുവദ്ദിഉനി, എന്നോട് യാത്ര പറഞ്ഞ വാക്കുകളായിരിക്കും സിംഹത്തിന്റെ ആ ഭാഷ എന്ന് ഞാൻ മനസ്സിലാക്കി. ഹദീസ് എവിടെയുണ്ട്? ഇമാം ഹാക്കിം അവിടുത്തെ മുസ്തദറക്കിൽ ഈ ഹദീസ് രേഖപ്പെടുത്തുന്നുണ്ട്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഈ രീതിയിൽ അള്ളാഹുവിന്റെ ഔലിയാക്കൾ നമ്മുടെ മുന്നിൽ അവരുടെ ജീവിതത്തിന്റെ അത്ഭുതങ്ങൾ കാണിക്കുകയാ. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഇൻഷാ അല്ലാഹ് ബാക്കി അടുത്ത ദിവസം പറയാം.